ഇന്ന് നമുക്കൊരു അടിപൊളി പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു മുറി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് തൊലിയെല്ലാം കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. ഇപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ നല്ലത് മോരൊക്കെ ഒഴിച്ച് കൂട്ടാനൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര വിശപ്പില്ലെന്ന് തോന്നിയാലും ഒരു പിടി ചോറുണ്ണാനൊക്കെ ഇത് നന്നായിട്ട് നമ്മളെ സഹായിക്കും. പൈനാപ്പിളിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, എരിവിന് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിവിടെ കുറച്ച് എരിവ് മാത്രമേ ഉപയോഗിക്കാറുള്ളത് കൊണ്ടാണ് ഒരെണ്ണം ചേർത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പ് ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ, അതിൻ്റെ കൂടെ ജീരകം 1/2 ടീസ്പൂൺ, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മയമായിട്ട് അരച്ചെടുക്കണം. ഇനി ഈ തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണമൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, വെന്തിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ഉടച്ച് നോക്കണം. അതിനുശേഷം നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് തേങ്ങയുടെ പച്ചവാസനയൊക്കെ മാറുന്നവരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കപ്പിന് ഒരു കപ്പ് തൈര് ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം, തീരെ കുറച്ച് വയ്ക്കണം, തിളയ്ക്കാൻ പാടില്ല. തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് ഈ സമയത്ത് നോക്കണം. അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കല്പം ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കണം. പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചോട് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ മതി. പതഞ്ഞ് വരും, തിളയ്ക്കാൻ വെക്കരുത്. കണ്ടില്ലേ, സൈഡൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിനി ഇതങ്ങ് വാങ്ങി വയ്ക്കാം. നമുക്കൊരു പരിപാടി കൂടുണ്ട്. ഇതൊന്ന് കടുക് വറുത്ത് ചേർക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇഷ്ടമാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. നെയ്യ് ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് കടുക് വറുക്കുകയാണെങ്കിൽ. ഇപ്പം നമുക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ എടുക്കാം. ഇപ്പം വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തു. കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു ഉണക്കമുളക്, ഒരു തണ്ട് കരിവേപ്പില ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള്, ഒരു 3-4 ഉലുവായോടെ ചേർത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിപൊളി പൈനാപ്പിൾ പുളിശ്ശേരി ഇതുപോലെ തയ്യാറാക്കാം. നിങ്ങളത് തയ്യാറാക്കി നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടെ നമുക്കിനിയും കാണാം. എല്ലാവർക്കും ബൈ.